സഞ്ജയ് എമർജൻസി ആയി ഓഫീസ് വരെ വരണം. സോറി താര. കണ്ടില്ലേ, എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാ. സഞ്ജയ് വന്നിട്ട് പെട്ടെന്ന് പോവാം. പറ്റില്ല താര. ഇതൊന്നും ശരിയാവില്ല. അതെന്താ? ധോനിമോളുടെ ആഗ്രഹം നടക്കണ്ടെന്നാണോ പറയുന്നത്? അത് പിന്നെ അമ്മ പറ. വെറുതെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ പറ്റാത്ത ധോനിമോള് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കണ്ട. ഓരോരുത്തരെ അകത്തേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണെന്ന് ആർക്കും മനസ്സിലാവില്ലെന്നൊന്നും കരുതണ്ട. എന്തോ അതെ, അത് തന്നെയാ സത്യം. വേറെ ആരും ഇനി എന്റെ പേരിൽ സംസാരിക്കണ്ട. ഞാൻ പൊക്കോളാം. അച്ഛൻ ഇറങ്ങാൻ മോളെ. അച്ഛൻ പിന്നെ വന്ന് മോളെ കണ്ടോളാം. ആ മോളെ മോളെ നീ ഇങ്ങോട്ട് മാറ്. മോളെ നീ ഇങ്ങോട്ട് മാറ്. ഈ കൊച്ച് മോളെ ഇങ്ങോട്ട് മാറാൻ. ഇവളെ ഇങ്ങോട്ട് പിടിച്ചേ. ധോനിമോളെ ഇങ്ങോട്ട് വന്നേ. വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ. നീ പോ. ഇവിടെ പോ അങ്ങോട്ട്. നീ അങ്ങോട്ട് പോ. അശ്വതേ, നീ കുഞ്ഞിനെ വിട്. വിടാനാ പറഞ്ഞത്. എന്താ ഇത്? മോളെ വേണ്ട. മോളെ വേണ്ട മോളെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയച്ചമാർക്ക് സമ്മതമാണെങ്കിൽ മാത്രം, എങ്കിൽ മാത്രം ധ്വനിമോൾക്ക് വേണ്ടി സഞ്ജയ് ഇവിടെ നിൽക്കട്ടെ. അല്ല, പക്ഷേ കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ പൊയ്ക്കോണം. ഓക്കെ. ദുർഗേ വാ. ചേട്ടാ വാ. വാ. ഹലോ. ഹലോ താര, ഞാൻ അഷിതയാണ്. ആ, ഇന്ദ്രപ്രസ്ഥത്തിലെ പൃഥ്വിയുടെ വൈഫല്ലേ? അതെ. എന്താ അഷിത, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അതെ, ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചേ. അത് പിന്നെ സഞ്ജയ് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പൂർണിമേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള വരവാ. സഞ്ജയ് ഇപ്പോ താരയുടെ സ്റ്റാഫല്ലേ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ വിളിച്ചേ. താങ്ക് യു. ഞാൻ വേണ്ടത് ചെയ്തോളാം. അഷിത എന്നെ വിളിച്ചത് തൽക്കാലം അവിടെ ആരും അറിയണ്ട. അത് അഷിതയ്ക്ക് നല്ലതല്ല. ശരി, അത് ഞാൻ ശ്രദ്ധിച്ചോളാം.
ഹാപ്പി ബർത്ത്ഡേ. ഓ. വാങ്ങു ചേച്ചി. ഒരാള് ഗിഫ്റ്റ് തരുമ്പോ അത് നിരസിക്കുന്നത് ശരിയല്ല. ഓ അമ്മേ, ഉം. ഒരു ചെറിയ ബോംബ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഉടനെ തന്നെ പൊട്ടും. എന്ത് ബോംബ്? അതൊക്കെ അമ്മ കണ്ടോ? ദേ, ഇപ്പൊ പൊട്ടും. അത് കുറെ നേരം അല്ല റിങ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അറ്റൻഡ് ചെയ്യ്, അല്ലെങ്കിൽ സൈലന്റ് ആക്ക്. എന്ത് കഷ്ടമായത്. സോറി, ഇപ്പൊ സൈലന്റ് ആക്കാം. ഫോൺ എടുത്ത് സംസാരിക്കേ. ഏയ്, അതൊന്നും വേണ്ട. ഓ, നമ്മക്കാർക്കും കേൾക്കാൻ പാടില്ലാത്ത കോളായിരിക്കും പൂർണിമേ. അയ്യോ, അതാ എടുക്കാത്ത. അതെ അതെ, വിളിക്കുന്ന ആൾ ഏതായാലും അടുത്ത പരിചയക്കാര് തന്നെയാ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കോ? ഹലോ, സഞ്ജയ് എമർജൻസി ആയി ഓഫീസ് വരെ വരണം. സോറി താര, ദേ, കണ്ടില്ലേ? എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യാ. സഞ്ജയ് വന്നിട്ട് പെട്ടെന്ന് പോവാം. പറ്റില്ല താര, അതിലും ഇമ്പോർട്ടന്റ് ആയ കാര്യത്തിലാ ഞാനിപ്പോ നിൽക്കുന്നത്. നിന്റെ ജോലിയേക്കാൾ വലുതാണോ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം? അതെ, ഇതിന്റെ പേരിൽ എന്റെ ജോലി കളഞ്ഞാലും സാരമില്ല, ഞാൻ എന്തായാലും വരില്ല. സഞ്ജയുടെ ഇമ്പോർട്ടൻസ് സ്ഥലം എനിക്കറിയാം. പൂർണിമയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നിടത്തല്ലേ സഞ്ജയ് ഇപ്പോൾ ഉള്ളത്? അതെ, അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ. അതിലൊന്നും ആരും ഇടപെടേണ്ട കാര്യമില്ല. ഇനി മേലെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്.